പരിണയം. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരോഹി ആ കാർ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും അറിയാത്ത ഭാവത്തില് അവൾ നോട്ടം മറ്റെങ്ങോട്ടോ പായിച്ചു. പക്ഷെ കാറിന്റെ ഡോറ് വലിച്ചടച്ച് അതീവ ദേഷ്യത്തോടെ അക്ഷിത് പുറത്തേക്കിറങ്ങി വരികയാണ്. ആ കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ തനിക്കരികിലേക്ക് നടന്നു വരുന്ന അവനെ അവൾ അറിയാതെ ഒന്ന് നോക്കി നിന്നു. വീട്ടിൽ സാധാരണ ഇടാറുള്ള ഒരു ട്രാക്ക് പാന്റും ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം. ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനൊരു ലുക്കിൽ അവൾ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും പകൽച്ചു നിൽക്കുകയായിരുന്നു. അക്ഷിത് ഈ സമയത്ത് ഇങ്ങോട്ട് വരുമെന്ന് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ ആരോടാ നിന്റെ ഈ ദേഷ്യവും വാശിയും? അണപൊട്ടിയ ദേഷ്യത്തോടെയുള്ള അക്ഷിതിന്റെ ചോദ്യം കേട്ട് ആരോഹി തല കുനിച്ചു നിന്നു. അവളുടെ ആ നിൽപ്പ് അവന്റെ ദേഷ്യം ഇരട്ടിയാക്കുകയേ ചെയ്തുള്ളൂ. ശബ്ദം പരമാവധി നിയന്ത്രിച്ച് ഏറെ ഗാംഭീര്യത്തോടെ അവൻ വീണ്ടും പറഞ്ഞു, വാടോ, വന്ന് വണ്ടി കയറ്. വേണ്ട, ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആരോഹി പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. തൽക്കാലം അത് ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് വണ്ടി കയറാൻ നോക്ക്. സർ, കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. ആരോഹി, വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത് നീ. സർ, വണ്ടി ഇപ്പൊ എത്തും, പ്ലീസ്. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. മര്യാദയ്ക്ക് വന്ന് എന്റെ കാറ് കയറി നീ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും ആരോഹിക്കും ദേഷ്യം വന്നു. അതിന് സാറിന് ദേഷ്യം വന്നാ ഞാനെന്ത് വേണം? അല്ലെങ്കിൽ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാൻ സാറിനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? അതും ഈ പെരുമഴയത്ത്. അവളുടെ ചോദ്യത്തിനു മുമ്പിൽ അക്ഷിത് ഒരു നിമിഷം പതറിപ്പോയി. ഓഫീസിൽ ഒറ്റപ്പെട്ടുപോയ ആരോഗ്യയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അവൾ ബസ്സിലാണ് പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ അസമയത്ത്, ഈ പെരുമഴയത്ത് അവൾ എങ്ങനെ ഒറ്റയ്ക്ക് പോകുമെന്ന് ഒരു വല്ലാത്ത വെപ്രാളമായിരുന്നു അവന്. അതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതെ അവൻ വണ്ടിയുമെടുത്തിറങ്ങിയത്. പക്ഷേ അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ സ്വന്തം മനസ്സ് പതറുന്നത് അവനറിഞ്ഞു. താൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? അക്ഷിത് സ്വയം ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവന് ചിന്തകളെ കുടഞ്ഞുകളഞ്ഞ് മുഖം കടുപ്പിച്ചുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. നോക്കാരൂഹി, ഒരു കാര്യം പലതവണ പറയുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നിനക്ക് നന്നായി അറിയാം. മര്യാദയ്ക്ക് വണ്ടിയിൽ കയറുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ബലമായി പിടിച്ച് കയറ്റേണ്ടി വരും ഞാൻ. അവൻ അത്രയും പറഞ്ഞിട്ടും അവളൊരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടതും അക്ഷിതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. മറ്റൊന്നും നോക്കിയില്ല. അവൻ അവളുടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. എന്നിട്ട് നേരെ കാറിനരികിലേക്ക് നടത്തി. സർ, ഇതെന്തായി കാണിക്കുന്നേ? വിട്ടേ. അവൾ കൈവിടുവിക്കുവാനാവുന്നത്ര ശ്രമിച്ചുവെങ്കിലും അക്ഷിത് ദേഷ്യത്തിൽ മുന്നോട്ട് നടക്കുകയായിരുന്നു. തല ഉയർത്തിപ്പിടിച്ച് കൈമുഷ്ടി ചുരുട്ടി പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. മുൻവശത്തെ ഡോർ തുറന്ന് അവളെ സീറ്റിലേക്ക് ഇരുത്തി. തുള്ളിക്കൊരു കുടം എന്നോണം പെയ്യുന്ന മഴയില് രണ്ടുപേരും ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. ആരോഗ്യേക്കാൾ കൂടുതൽ നനഞ്ഞത് അക്ഷിതാണ്. അവളെ സീറ്റിലെത്തിയ ശേഷം അവൻ മറുഭാഗത്തുകൂടി വന്ന് വണ്ടിയിലേക്ക് കയറി. നനഞ്ഞ വസ്ത്രങ്ങളും വണ്ടിയിലെ AC-യുടെ തണുപ്പും കൂടിയായപ്പോൾ ആരോഹി വിറയ്ക്കാൻ തുടങ്ങി. അത് ശ്രദ്ധയിൽപ്പെട്ട അക്ഷിത് പെട്ടെന്ന് തന്നെ AC ഓഫ് ചെയ്തു. എന്നിട്ട് ശാന്തമായി അവളെ തന്നെ നോക്കി. ഈ മനുഷ്യൻ എന്തിനാണ് എന്നോട് ഇത്രയും അധികാരം കാണിക്കുന്നത്? ആരോഹിയുടെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു വന്നു. എങ്കിലും അവനോട് അത് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ചില കാരണങ്ങൾ അവളെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞാൽ അനുസരിക്കില്ലെങ്കിൽ അതിനുള്ള വഴിയും എനിക്കറിയാം ആരോഹി. അവൻ പതിയെ കാറ് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം പോയി. ആരോഹിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വന്നപ്പോൾ എന്തിനെന്നറിയാതെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നിന്നോട് ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതിന് നീ എന്തിനാണ് 7:30 വരെ ജോലി ചെയ്തത്? എന്നോടുള്ള വാശിക്കാണോ? അക്ഷിതിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ആരോഹി ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ ആരോടുള്ള വാശിയുടെയോ ദേഷ്യത്തിന്റെയോ പുറത്ത് ചെയ്തതല്ല. സത്യം പറഞ്ഞ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. സാറ് പറഞ്ഞ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും വലിയ മഴ പെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയേനെ. അവൾ മറുപടി നൽകിയപ്പോ അവൻ മൗനമായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അതൊക്കെ പോട്ടെ, സാർ എന്തിനാണ് ഈ രാത്രി വണ്ടിയും എടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്? ഞാൻ സാറിനോട് വരാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ആരോഹിയുടെ ചോദ്യത്തിനു മുൻപിൽ അക്ഷിതിന്റെ മുഖത്ത് പെട്ടെന്നൊരു പരിഭ്രമം നിഴലിച്ചു. അത് പിന്നെ എന്റെ ഓഫീസിലെ സ്റ്റാഫിന്റെ സുരക്ഷ.
അതെന്റെ കൂടി ഉത്തരവാദിത്തമായ സ്ഥിതിക്ക് ഞാൻ വന്നുവെന്നേ ഉള്ളൂ. അല്ലാണ്ട് നീ മറ്റൊന്നും കാണേണ്ട കാര്യമില്ല. അവൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യമായിട്ടാണ് ആരോഹി അക്ഷിയെ ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ പതറുന്ന ഭാവത്തിൽ കാണുന്നത്. സത്യത്തിൽ അതേപ്പറ്റി കൂടുതൽ അവൾ ചിന്തിച്ചതുപോലുമില്ല. അവളുടെ മുഖത്തപ്പോൾ ഒരു കുസൃതി ചിരിയാണ് പടർന്നത്. ഓഹോ, അപ്പൊ സാറിന്റെ ഓഫീസിലെ ഏത് സ്റ്റാഫും ഇതുപോലെ നേരം വൈകിയാലും സാർ അവരെ ഡ്രോപ്പ് ചെയ്യാൻ സ്വന്തമായി പോകുമോ? ആരോഹിയുടെ ചോദ്യത്തിന് അക്ഷിതിന് മറുപടിയില്ല. എങ്കിലും വാശിയോടെ അവൻ അവളെ നോക്കി. നിന്റെ പ്രശ്നം എന്താണ്? ഞാനിപ്പൊ തന്നെ വിളിക്കാൻ വന്നതാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യും, കുറച്ചപ്പുറം മാറി ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഞാൻ അവിടെ ഇറക്കിത്തരാം. പിന്നെ നീ എങ്ങനെ വേണമെങ്കിലും പോക്കും, അക്ഷിത് ഗാംഭീര്യത്തോടെ പറഞ്ഞു. ആരോഹിയുടെ നോട്ടം അവനിലേക്ക് നീണ്ടു. അവന്റെ തല നന്നായി നനഞ്ഞിട്ടുണ്ട്. കാറിനുള്ളിലെ അരണ്ട വെളിച്ചത്തിലും അവന്റെ തലയിൽ നിന്ന് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികൾ അവൾ കണ്ടു. ആ കാഴ്ച ആരോഹിയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അവൾ പതിയെ തന്റെ ചുരിദാറിന്റെ ഷോളിന്റെ അറ്റും അവന് നേരെ നീട്ടി. അവനോളെ ചോദ്യഭാവത്തിൽ നോക്കിയപ്പോൾ വണ്ടി സിഗ്നലിൽ കിടക്കുകയായിരുന്നു. തല തോർത്ത് തല നന്നായി നനഞ്ഞിരിക്കുന്നു. അവൾ മറ്റെങ്ങോട്ടോ ദൃഷ്ടി പായിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അക്ഷിതന്റെ ചുണ്ടില് അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് സാരമില്ല, എന്റെ തലയല്ലേ, അവൻ പറഞ്ഞു. ആ, വേണ്ടെങ്കി വേണ്ട. അവൾ ആ ഷോള് തിരികെ തോളത്തിലേക്ക് ഇട്ടു. എങ്കിലും ആരും കാണാതെ തന്റെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ച അവളുടെ ആ ദുപ്പട്ടയുടെ അഗ്രത്തിലേക്ക് അവനൊന്നു നോക്കി. ആ പ്രവൃത്തിയിൽ തനിക്കായുള്ള കരുതലിന്റെ സുഖമുള്ളൊരു തണുപ്പ് അവൻ അറിഞ്ഞു. അല്പസമയത്തിനകം അക്ഷിതിന്റെ കാറ് വാരത്തെ ഗേറ്റിന് മുമ്പിൽ വന്ന് നിന്നു. സർ, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറ്റി നിർത്താമോ? എന്റെ വീട് അപ്പുറത്താ. ഇതായിരുന്നില്ലേ നിന്റെ വീട്? അവൻ വാരത്തെ ഗേറ്റ് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. കുറച്ചു ദിവസം മുൻപ് വരെ അതായിരുന്നു. അതെന്റെ കുടുംബ വീടാണ്. ഇതാണ് എന്റെ സ്വന്തം വീട് എന്നവൾ പറഞ്ഞു. അക്ഷിയുടെ കാറ് അവളുടെ വീടിന്റെ മുറ്റം വരെ ചെന്നു. അവളെയും കാത്ത് വാസുദേവനും വസുതയും ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഡോറ് തുറന്ന് ആരോഹി ഇറങ്ങി. ശരി സർ, താങ്ക് യു, അവൾ അവനെ നോക്കി പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ തിരികെ വന്ന് അവന്റെ ഭാഗത്തെ കാറിന്റെ ഗ്ലാസ്സിൽ മെല്ലെ തട്ടി. അവൻ ഗ്ലാസ് താഴ്ത്തിയപ്പോഴാണ് വസുതയും വാസുദേവനും അവനെ കാണുന്നത്. അതുവരെ അതാരാണെന്ന് അവർക്ക് യാതൊരു ഊഹവുമില്ലായിരുന്നു. സർ, അകത്തേക്ക് വരൂ. എന്തുകൊണ്ടാണ് ആ സമയത്ത് താൻ അങ്ങനെ പറഞ്ഞതെന്ന് ആരോഹിക്ക് പോലും നിശ്ചയമില്ല. അവളുടെ നോട്ടം അറിയാതെ അച്ഛന്റെയും അമ്മയുടെയും നേർക്ക് നീണ്ടു. എന്തോ കള്ളത്തരം കാണിച്ചു പിടിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു ആരോഹിക്കപ്പോൾ. ഇറ്റ്സ് ഓക്കെ ആരോഹി എന്ന് പറഞ്ഞ് അക്ഷിത് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ കാറിന്റെ ഡോറിൽ തന്നെ പിടിച്ചുകൊണ്ട് നിന്നു. അതുകൂടി കണ്ടതോടെ വസ്തുക്ക് മനസ്സിലായി അത് ആരോഹിയുടെ സാറാണെന്ന്. വരുമോനി, അകത്തേക്ക് വരൂ. വസുത ക്ഷണിച്ചിട്ടും അക്ഷിത് പെട്ടെന്ന് മിഴികൾ ഉയർത്തി അവരെ നോക്കി. പിന്നെ പതിയെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അക്ഷിത് പൂർണ്ണമായി നനഞ്ഞിട്ടുണ്ടെന്ന് ആരോഹി ശ്രദ്ധിക്കുന്നത്. വസുതയും വാസുദേവനും അവനെ അകത്തേക്ക് ആനയിച്ചു. പിന്നാലെ ആരോഹിയും. ഇരിക്കൂ സർ എന്ന് പറഞ്ഞ ആരോഹി വേഗം മുകളിലെ അവളുടെ മുറിയിലേക്ക് നടന്നു. അവിടെ നിന്നൊരു ടൗലുമായി വന്ന് അവന് നേരെ നീട്ടി. ആ സമയം വസുത അടുക്കളയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇതാ, ഇത് വെച്ച് തല തുടയ്ക്ക്, അല്ലെങ്കിൽ ജലദോഷം വരും. ഓരോ വാക്കുകളും സാവധാനമാണ് ആരോഹി പറഞ്ഞത്. അവളുടെ ഉള്ളിലെ പരിഭ്രമവും വെപ്രാളവും അവളുടെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും അക്ഷിക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. അവൻ ആ ടവൽ വാങ്ങി തല തോർത്തി. അവളുടെ മുടിയിലെ കാച്ചെണ്ണയുടെ സുഗന്ധമാണ് ആ ടവലിൽ നിന്ന് അക്ഷിക്ക് അനുഭവപ്പെട്ടത്. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒടുവിൽ ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്നെ നോക്കി നിൽക്കുമ്പോ ഇത്രയും വെപ്രാളം എന്തിനാ ആരോഹിക്ക്? അവന്റെ ആ ചോദ്യത്തിൽ അവൾ മറുപടി ഒന്നും പറയാതെ തന്റെ ഭാവങ്ങൾ ഒളിപ്പിക്കാൻ എന്നോണം പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നു. അവളുടെ ആ പരവേശം കണ്ടപ്പോ അക്ഷിതിനറിയാതെ ചിരി വന്നു. ആരോഹി അടുക്കളയിലേക്ക് ചെല്ലുമ്പോ വസുത അക്ഷിതിനുള്ള കോഫി തയ്യാറാക്കി. പെട്ടെന്ന് ആരോഹിയെ കണ്ടതും അവർ അവളുടെ കയ്യിൽ കൊടുത്തു. ഇന്ന് ഇത് കൊണ്ടുപോയി നിന്റെ സാറിന് കൊടുക്ക്. അമ്മയല്ലേ ഉണ്ടാക്കിയത്, അമ്മ തന്നെ കൊടുത്തു എന്ന് ആരോഹി പറഞ്ഞപ്പോ വസുത അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ അക്ഷിതിനടുത്തേക്ക് ചെന്നു. ഇതാ മോനി, കോഫിയാണ്. അവൻ അത് വാങ്ങി മെല്ലെ ചുണ്ടോട് ചേർത്തു. ഇവള് പറഞ്ഞത് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാ.
മോൻ കൊണ്ടുവിടുമെന്നൊന്നും ഇവൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. വസുധ സംസാരിച്ചു തുടങ്ങിയതും ആരോഹി വന്ന് അവരുടെ കയ്യിൽ ചെറുതായി നുള്ളി. അക്ഷിത് അത് കൃത്യമായി കാണുകയും ചെയ്തു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി. അക്ഷിത് അത് കണ്ടെന്ന് മനസ്സിലായപ്പോൾ ആരോഹിയും ഒന്ന് ചമ്മിച്ചിരിച്ചു. വസുധ അവളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അക്ഷിതിന്റെ നോട്ടം വാസുദേവനിലേക്ക് നീണ്ടു. വാസുദേവനും അക്ഷിതിനോട് എന്തൊക്കെയോ സംസാരിച്ചു. ആ സമയം ആരോഹി മെല്ലെ അമ്മയുടെ കാതിൽ പറഞ്ഞു, അമ്മ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മോനെന്ന് വിളിക്കുന്നത്? പുള്ളി എന്റെ സാറല്ലേ, സാറെന്ന് വിളിച്ചാൽ മതി. നമ്മൾ അങ്ങനെ വിളിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടായില്ലെങ്കിലോ? ഓ, ഞാനതൊന്നും ഓർത്തില്ല. നിന്റെ പ്രായമുള്ള ഒരു കുട്ടിയല്ലേ, അതിനെ എങ്ങനെയാണിപ്പോ സാറെന്നൊക്കെ വിളിക്കാം? നല്ല ഐശ്വര്യമുള്ളൊരു മോനല്ലേ? അതുകൂടി കേട്ടതും ആരോഹിക്ക് വല്ലാതെ നാണം കലർന്ന ഒരു ദേഷ്യം വന്നു. അപ്പോഴേക്കും അക്ഷിത് കോഫി കുടിച്ച കപ്പ് ടേബിളിൽ വെച്ചിരുന്നു. ഇറങ്ങാൻ നേരം അവൻ ആരോഹി ഒന്ന് തിരിഞ്ഞു നോക്കി, എല്ലാരോടും യാത്ര പറഞ്ഞു. ശേഷം അക്ഷിത് കാറിനടുത്തേക്ക് നടന്നു. അക്ഷിത് പോയതിനു പിന്നാലെ വാസുദേവൻ അകത്തേക്ക് വന്നു. അയാൾക്ക് പിന്നാലെ അകത്തേക്ക് കയറാൻ തുടങ്ങിയ ആരോഗ്യയെ വസുദേവ അവിടെ പിടിച്ചു നിർത്തി. എന്താമ്മേ, ഞാൻ അകം നനഞ്ഞു നിൽക്കുക, പോയി വേഷം മാറിയിട്ട് വരാം എന്നവൾ പറഞ്ഞെങ്കിലും വസുധ വിടാൻ ഭാവമില്ല. അതൊക്കെ പോട്ടെ, അവിടെ എന്താണ് ഒരു ചുറ്റിക്കളി എന്നായിരുന്നു അവരുടെ ചോദ്യം. ദേ അമ്മേ, ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ആരോഗ്യ ദേഷ്യപ്പെട്ടപ്പോ, അങ്ങനെയല്ല, നിന്റെ ആ സാറ് നിന്നോട് എങ്ങനെയാ എന്നായി വസുധ. പെട്ടെന്ന് വാസുദേവൻ കൂടി അത് ചോദിച്ചതും ആരോഗ്യം ഒന്ന് പതറിപ്പോയി. അതെന്താമ്മേ അങ്ങനെ ചോദിച്ചത്? ഏയ്, അങ്ങനൊന്നുമില്ല, സാധാരണയായിട്ട് ചോദിച്ചതാ. നീ വേഗം പോയി വേഷം മാറിയിട്ട് വാ. വസുധ അവളെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. എന്തോ പറയാൻ തുടങ്ങിയ വസുധ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുമായിരുന്നു. കൂടുതലായി ഒന്നും ചോദിക്കാൻ ആരോഗ്യം നിന്നില്ല. കാരണം വസുധ സാധാരണ അമ്മമാരെ പോലെയല്ല, അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ടൈപ്പാണ്. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ മറച്ചു വെക്കാതെ തുറന്നടിച്ച് ചോദിച്ചു കളയും. ആ ചോദ്യത്തിനു മുന്നിലാണ് പലപ്പോഴും അവൾ പതറിപ്പോകാറുള്ളത്. ആരോഗ്യ റൂമിലേക്ക് കയറി വാതിലടച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. ദേഹം മുഴുവനും നനഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുറച്ചു മുമ്പ് അക്ഷിതുമായിട്ട് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വന്നതും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. അവൾ പതിയെ തലവെട്ടിച്ച് സ്വയം പറഞ്ഞു, എന്റെ ഈശ്വര, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. തല നനഞ്ഞതുകൊണ്ട് തന്നെ അവൾ മുടി മുഴുവനായി വാഷ് ചെയ്തു. തലയിൽ തോർത്തും ചുറ്റിക്കെട്ടി ഇറങ്ങി വരുന്ന ആരോഗ്യയെ വസുധ രൂക്ഷമായി നോക്കി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, സന്ധ്യ കഴിഞ്ഞാ പിന്നെ തല കഴുകരുതെന്ന്. ഒന്നാതെ മഴയിൽ നനഞ്ഞാ വന്നേ, അതിന്റെ കൂടി ഇപ്പൊ തലയും കഴുകി. അവർ വഴക്കു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആരോഗ്യയും അപ്പോഴാണ് അതേപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പം മുടി ഉണങ്ങാതെ ഉറങ്ങാൻ പറ്റില്ല. ഈ മുടി ഉണക്കിയെടുക്കണമെങ്കിൽ എത്ര നേരം വേണമെന്നോർത്ത് അവൾക്കും ചെറിയ ദേഷ്യം വന്നു. ആ രാത്രി ഏറെ വൈകിയാണ് ആരോഗ്യം ഉറങ്ങിയത്. അതേസമയം ബാൽക്കണിയിലിട്ട ബീൻബാഗിൽ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു അക്ഷിത്. അവന്റെ ചുണ്ടിൽ ഇപ്പോഴും ഒരു പുഞ്ചിരി മങ്ങാതെ തന്നെ നിൽക്കുന്നു. കണ്ണുകൾ അടച്ചാൽ തെളിഞ്ഞു വരുന്നത് ഒരു പെണ്ണിന്റെ രൂപമാണ്. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ താൻ ആ പെണ്ണിന് അടിമപ്പെട്ടു പോയതെന്ന് അക്ഷിത് സ്വയം ചോദിച്ചു. ഉത്തരമില്ലാത്ത ചോദ്യം അവൻ ആവർത്തിച്ച് വീണ്ടും മനസ്സിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ ചുരുങ്ങിയ നിമിഷങ്ങൾ പിന്നെയും ഓർമ്മ വന്നതും അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു കളഞ്ഞു. വന്നിട്ട് ഇതുവരെ വേഷം പോലും മാറാതെയുള്ള ഇരിപ്പായിരുന്നു അവൻ. പിന്നെ പതിയെ റൂമിലേക്ക് കയറി വേഷമൊക്കെ മാറി ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണരുമ്പോൾ ആരോഗ്യക്ക് തലയ്ക്ക് വല്ലാത്തൊരു കനം തോന്നുന്നുണ്ട്. നെറ്റി തൊട്ട് നോക്കിയപ്പോൾ ചെറുതായി ചൂടുണ്ട്. അക്ഷിതിന്റെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. ആരോഗ്യ താഴേക്ക് ഇറങ്ങി ചെന്ന് വസുധയോട് കാര്യം പറഞ്ഞു. തീരെ വയ്യെങ്കിൽ ഇന്ന് ഓഫീസിൽ പോവണ്ട. വസുധ നിർബന്ധിച്ചിട്ട് എന്തോ ആരോഗ്യക്കെന്ന് ഓഫീസിൽ പോകാതിരിക്കണമെന്നൊന്നും തോന്നിയില്ല. അത് കുഴപ്പമില്ലമ്മേ, ഞാനൊരു മെഡിസിൻ എടുത്തിട്ട് പോയിക്കോളാം. പിന്നെ ലഞ്ച് കഴിയുമ്പോൾ ഒരു മെഡിസിൻ അവിടുന്ന് കഴിക്കാം എന്ന് അവൾ പറഞ്ഞു. അവളുടെ മനസ്സിൽ ഇനിയും 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന വലിയ പ്രസന്റേഷൻ ആയിരുന്നു. ഓഫീസിൽ പോയി മാക്സിമം പറ്റുന്ന സമയങ്ങളിലെല്ലാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് അവൾ മനസ്സിനോട് ഉറപ്പിച്ചു. അങ്ങനെ അവൾ
ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ചെന്നു. അക്ഷതിനും വയ്യെങ്കിലും ഓഫീസിൽ പോണമായിരുന്നു അവന്. അവനും റെഡിയായി ഇറങ്ങി. ആരോഗ്യ വന്നതിന് ശേഷമാണ് അക്ഷിത് ഓഫീസിലേക്ക് എത്തിയത്. ഇരുവർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ ഒരു നേരിയ ചമ്മലുണ്ട്. എങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം അവരിരുവരും പരസ്പരം സംസാരിച്ചു. അതേ സമയമാണ് അക്ഷിതിന്റെ ഫോണിലേക്ക് സിദ്ധാർത്ഥിന്റെ കോൾ വരുന്നത്. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞതും അക്ഷിത് പാളിക്കൊണ്ട് ആദ്യം നോക്കിയത് ആരോഗ്യയാണ്. അവളിപ്പോഴും വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അക്ഷിത് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഹലോ സിത്തു, ഞാൻ ഓഫീസിലുണ്ട്. എന്തുപറ്റി? അക്ഷിത് ചോദിച്ചതും അല്ല, അവിടെ ആരോഗ്യമുണ്ടോ എന്ന് സിദ്ധാർത്ഥ തിരക്കി. പിന്നെയും സിദ്ധാർത്ഥിന്റെ സംസാരം ആരോഗ്യയിലേക്കാണെന്ന് കണ്ടതും അക്ഷിതിന്റെ മുഖത്ത് വീണ്ടും അസ്വസ്ഥത പടർന്നു. എന്താ സിദ്ധു കാര്യമെന്ന് അക്ഷിത് ചോദിച്ചപ്പോഴേക്കും അക്ഷയുടെ ശബ്ദം അല്പം ഉയർന്നുപോയി. ആരോഗ്യം അറിയാത്തവനെ നോക്കി. ഒരേ ക്യാബിനിലിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ എന്തു പറഞ്ഞാലും അവൾക്ക് കൃത്യമായി കേൾക്കാം. ആരോഗ്യ തന്നെ നോക്കുന്നു എന്ന് കണ്ടതും അക്ഷിത് ഫോണും എടുത്തുകൊണ്ട് അവന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും സിദ്ധാർത്ഥ് പിന്നെയും സംസാരിച്ചു. അക്ഷി, നീ ആരോഗ്യയോട് ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ എന്ന് സിദ്ധാർത്ഥ് കെഞ്ചി. ദേ സിത്തു, ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അവളോട് നിനക്ക് വേണ്ടി സംസാരിച്ചു. പിന്നെ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ ഒരു അവസരവും തന്നു. ഇനി ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒഴിവായി കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ എന്ന് അക്ഷിത ചോദിച്ചതും സിദ്ധാർത്ഥ ആലോചനയോടെ നിന്നു. എടാ, എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല, സിദ്ധാർത്ഥ് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോ അക്ഷിത് ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. ഞാൻ വിചാരിക്കുന്നത് അച്ഛനും അമ്മയും കുട്ടി അവിടെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിച്ചാലോ എന്നാണ്, സിദ്ധാർത്ഥ് പറഞ്ഞപ്പോ സത്യത്തിൽ അക്ഷിത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ആ, നീ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് അക്ഷിത് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ കണ്ണുകൾ ആരോഗ്യയിലേക്ക് നീണ്ടു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തിരുന്നു. അവൻ അതേപ്പറ്റി കൂടുതലായി ഒന്നും അവളോട് പറയാൻ പോയില്ല. കാരണം ഒരിക്കൽ പറഞ്ഞപ്പോ അവനും മനസ്സിലായതാണ് ആരോഗ്യയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ കാര്യത്തിലെന്ന്. ചെറിയൊരു വയ്യായിക ഉണ്ടായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറി. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന ആരോഗ്യ കാത്ത് അവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. എന്നത്തെയും പോലെ വസുതയെ സിറ്റൗട്ടിൽ കാണാതെ ആരോഗ്യ അവരെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ എന്തോ വലിയ ആലോചനയിൽ നിൽക്കുവാണ് വസുത. എന്തുറ്റിയമ്മേ? എന്താ? കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. സാധാരണ ഞാൻ വരുമ്പോ ആ ഉമ്മറപ്പടിയിൽ ഉണ്ടാവാറുള്ളതാണല്ലോ അമ്മ എന്ന് അവൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ ഇവിടെ നിന്നുപോയി. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, അമ്മ ചായ എടുക്കാം, വസുത മറുപടി നൽകി. ആരോഗ്യയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വസുധയുടെ മനസ്സ് മറ്റെവിടെയൊക്കെയോ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയാലും മറ്റെന്തോ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് അതിനോടകം തന്നെ ആരോഗ്യ ഊഹിച്ചു. അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആരോഗ്യ മുകളിലേക്ക് പോയത്. ഫ്രഷായി ഡ്രസ്സ് മാറി അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴും വസുധ അവൾക്കുള്ള ചായയും പലഹാരവും ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിരുന്നു. ആരോഗ്യയുടെ കണ്ണുകൾ അവിടെ ആകമാനം വസുധയെ തിരിഞ്ഞെങ്കിലും അവരെ കാണാൻ കഴിഞ്ഞില്ല. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോ കാണുന്നത് അടുക്കളപ്പടിയിൽ താടിക്ക് കയ്യും കൊടുത്ത് വാസുദേവനോട് എന്തോ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസുധയാണ്. എന്താ അമ്മേ, എന്താ കാര്യം? അപ്പച്ചി പിന്നെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നോ? നിങ്ങളിങ്ങനെ മാറി മാറി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാര്യം മനസ്സിലാക്കാനാ? ഇതൊരുമാതിരി എന്ന് പറഞ്ഞ ആരോഗ്യക്കും ദേഷ്യം വന്നു. അതല്ല മോളെ, ഇന്നിവിടെ ഒരു പയ്യനും അവന്റെ പേരൻസും വന്നു. വസുത പറഞ്ഞതും ആരോഗ്യ സംശയത്തോടെ അവരെ നോക്കി. മോളെ, നന്ദന ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ വലിയ കമ്പനിയുടെ സിഇഒ സിദ്ധാർത്ഥ വർമ്മയും അദ്ദേഹത്തിന്റെ പേരൻസുമാണ് ഇന്നിവിടെ വന്നത്. അത് കേട്ടതും ആരോഗ്യയുടെ മുഖം മാറി. അവരുടെ മകന് നിന്നെ ഓഫീസിൽ വെച്ചു കണ്ടപ്പോൾ ഇഷ്ടായി, പിന്നെ നിന്നെ മാളിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കുകയും ചെയ്തു. ആ പയ്യന് നിന്നെ നല്ല ഇഷ്ടായി. അവർക്ക് നമ്മളുമായി ഒരു ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് വസുത അത്രയും പറഞ്ഞപ്പോഴേക്കും തന്നെ ആരോഗ്യം കൈ ഉയർത്തി തടഞ്ഞു. മതിയമ്മേ, ഇപ്പൊ വല്ലാതെ ശല്യായിക്കൊണ്ടിരിക്കുവാണ്.
ഞാൻ അയാളോട് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാ എനിക്കിങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. അവൾ തുറന്നടിച്ചു. അത് വസതിക്കും തികച്ചും പുതിയൊരു അറിവായിരുന്നു. നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ആ പയ്യൻ വീട്ടുകാരെയും കൂട്ടി വന്ന് ഞങ്ങളോട് സംസാരിച്ചത്? വസുധ അത്ഭുതപ്പെട്ടു. എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ആരോഗ്യ ധൃതിയിൽ അവളുടെ മുറിയിലേക്ക് പോയി. ചാർജിലിട്ടിരുന്ന ഫോണ് ഒരൊറ്റ വലിക്ക് ഊരിയെടുത്ത് അവൾ അക്ഷതിന്റെ നമ്പർ ഡയൽ ചെയ്തു. എന്നിട്ട് ഫോൺ ദേഷ്യത്തോടെ കാതിലേക്ക് ചേർത്ത് പിടിച്ചു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ ദയവ് ഇത് സപ്പോർട്ട് തരണേ.